ഇഷ്ടംപോലെ ഫ്ലവേഴ്സിന്റെ സ്റ്റാമ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാന്നുള്ളത് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ഫിലാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഒരു ഓണത്തിനൊരു പ്രദർശനം നടത്തുക എന്നുള്ളൊരു ആശയം മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു പൂക്കളം എന്നുള്ളൊരു ആശയം മനസ്സിലേക്ക് വരുന്നത്. രണ്ടു വർഷം മുമ്പ് ഞാനൊരു പ്രത്യേക രീതിയിൽ ഒരു പുൽക്കൂടിന്റെ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. അത് പുൽക്കൂടിന്റെ ക്രിസ്മസ് സ്റ്റാമ്പുകൾ മാത്രം കൊണ്ടുള്ള ഒരു എക്സിബിഷൻ ആയിരുന്നു. സ്റ്റാമ്പ് കൊടുത്തു എന്ന് പറഞ്ഞോട് ചോദിക്കാം, അച്ഛൻ്റെ കയ്യിൽ എത്ര സ്റ്റാമ്പുകളുണ്ട്? ഇതുപോലെ ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം ഇതെല്ലാം ഇപ്പൊ നോക്കുമ്പോൾ ആവശ്യമുള്ളത് അത് തന്നെയല്ലേ. നമസ്കാരം, ഞാനിന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഒരു പൂക്കളമാണ്. ഈ ഓണക്കാലത്ത് പൂക്കളം സർവ്വസാധാരണമാണല്ലോ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഈ പൂക്കളം കുറച്ച് സ്പെഷ്യലാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് പൂ കൊണ്ടല്ല, മറിച്ച് പൂക്കളുടെ സ്റ്റാമ്പ് കൊണ്ടാണ്. അതെ, 100 രാജ്യങ്ങളുടെ പൂക്കള ആലേഖനം ചെയ്തിട്ടുള്ള സ്റ്റാമ്പ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു പൂക്കളം ഈ ഓണക്കാലത്ത് തീർത്തിരിക്കുകയാണ് കോഴിക്കോട് സെന്റ് ക്രൈസ്റ്റ് ഹാളിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഫാദർ വിൻസെന്റ് പുതുശ്ശേരി. അദ്ദേഹം ഒരു ഫിലാറ്റലിസ്റ്റ് ആണ്. 2 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരുക്കിയിരുന്ന സ്റ്റാമ്പ് കൊണ്ടൊരുക്കിയിരുന്ന പുൽക്കൂട് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം മറ്റൊരു വ്യത്യസ്തമായ ക്രിയേറ്റിവിറ്റിയുമായിട്ട് വന്നിരിക്കുകയാണ്, സ്റ്റാമ്പുകൾ കൊണ്ടൊരു പൂക്കളം. നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. അച്ചോ, ഇപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഓണത്തിന് സ്റ്റാമ്പിന്റെ ഒരു പൂക്കളം എന്നുള്ള ആശയത്തിലേക്ക് എത്തിയത്? ഞാനൊരു ഫിലാറ്റലിസ്റ്റ് ആണ്. അപ്പൊ എന്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്റ്റാമ്പുകൾ കളക്ഷനൊക്കെ ഉണ്ട്. പല തീമാറ്റിക് ആയിട്ടുള്ള പല പൂക്കളൊക്കെ ഉണ്ട്, സ്റ്റാമ്പുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തീമാണ് ഈ ഫ്ലവേഴ്സ് എന്നുള്ളത്. ഇഷ്ടംപോലെ ഫ്ലവേഴ്സിന്റെ ഇതേപോലെ സ്റ്റാമ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാന്നുള്ളത് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്റ്റാമ്പുകളുടെ പലതരത്തിലുള്ള പ്രദർശനമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫിലാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഒരു ഓണത്തിനൊരു പ്രദർശനം നടത്തുക എന്നുള്ളൊരു ആശയം മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു പൂക്കളം എന്നുള്ളൊരു ആശയം മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഈ വിവിധ തലങ്ങൾ പൂക്കൾ കൊണ്ട് ഒരു പൂക്കളമാക്കിയാലോ എന്നുള്ളൊരു ആശയം മനസ്സിൽ വന്ന് ഇപ്പോൾ അങ്ങനെയാണ് ഇഷ്ടംപോലെ ഇപ്പോൾ 100 രാജ്യങ്ങളിലെ പൂക്കൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. 100 രാജ്യങ്ങളിലെ പൂക്കൾ മാത്രമുള്ള സ്റ്റാമ്പുകൾ എടുത്തിട്ട് അതിൽ 1000-ലധികം സ്റ്റാമ്പുകളുണ്ട്. അത് വെച്ചിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയ പൂക്കളമാണത്. എത്രാമത്തെ വയസ്സിലാണ് അച്ഛൻ ഈ ഒരു സ്റ്റാമ്പ് കളക്ഷൻ ഫിലാറ്റലിസ്റ്റ് ആക്കി? ഞാൻ ചെറുപ്പം മുതലേ തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. അത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിട്ടിയ ചെറിയ സ്റ്റാമ്പുകളെ കിട്ടിയിരുന്നു. അതിങ്ങനെ സാധാരണ ചെയ്യുന്ന പോലെ ബുക്കിലൊക്കെ ഒട്ടിച്ച് വെച്ച് അങ്ങനെയൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ഒരു ആഗ്രഹം, ഇങ്ങനെ ഒരു കളക്ഷനാണിത്. അതിനുശേഷം പിന്നീട് പലരും കൂട്ടുകാരും എൻ്റെ അങ്കിളുമാരൊക്കെ ഇതേപോലെ പുറത്തുനിന്നുള്ളവരൊക്കെ അവർക്ക് സ്റ്റാമ്പുകൾ അയച്ചു നോക്കുമ്പോൾ എൻ്റെ എണ്ണം കൂടി. അത് കുറെ കൂടി കഴിഞ്ഞപ്പോൾ പലരും ഇങ്ങനെ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടെന്ന് അറിയുമ്പോൾ സുഹൃത്തുക്കളൊക്കെ വഴിയായിട്ടാണ് സ്റ്റാമ്പുകൾ കിട്ടിയത്. ഞാനിപ്പോൾ ഒരു ഫിലാറ്റലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു പോസ്റ്റ് ഓഫീസിലെ ഫിലാറ്റൽ ബ്യൂറോയിൽ ഞാനൊരു അംഗമായിട്ട് അവിടെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന പുതിയ സ്റ്റാമ്പുകളൊക്കെ നമുക്ക് അത് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള കുറേ സ്റ്റാമ്പുകൾ, നമ്മുടെ ഇന്ത്യൻ സ്റ്റാമ്പുകൾ കുറച്ച് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കൾ വഴിയാണ് കൂടുതലും സ്റ്റാമ്പുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം സ്റ്റാമ്പുകൾ. അത് 2 വർഷം മുമ്പ് ഞാനൊരു പ്രത്യേക രീതിയിൽ ഒരു പുൽക്കൂടിന്റെ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. അത് പുൽക്കൂടിന്റെ ക്രിസ്മസ് സ്റ്റാമ്പുകൾ മാത്രം കൊണ്ടുള്ള ഒരു എക്സിബിഷൻ ആയിരുന്നു. അതൊരു ഒത്തിരി അതിൻ്റെ ഒരു ലോകം മുഴുവനും അതിൻ്റെ ന്യൂസ് എല്ലാം പോയി. അത് കഴിയുമ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് ന്യൂസ് പോയപ്പോൾ അവിടുത്തെ ചില സുഹൃത്തുക്കളൊക്കെയാണ് ഇപ്പോഴും സ്റ്റാമ്പുകൾ ഇങ്ങനെ അവർ കളക്ട് ചെയ്തിട്ട് എനിക്കിങ്ങനെ അയച്ചു തരുന്നുണ്ട്. എൻ്റെ ഇഷ്ടംപോലെ സ്റ്റാമ്പുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞാനൊരു അധ്യാപനം കൂടി ആയതുകൊണ്ട് സ്കൂളുകളിൽ ഇതേപോലെ ഫിലാറ്റലി ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച സ്കൂളുകളിലും. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി AKGM സ്കൂളിൽ അധ്യാപകനായിരുന്നു. അവിടുത്തെ വൈസ് പ്രിൻസിപ്പളായിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവിടേക്ക് വന്നത്. അതിന് വയനാട്ടിൽ
സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അവിടെ റിട്ടയർ ചെയ്തു, 2020 റിട്ടയർ ചെയ്തു. അവിടെ ഞാൻ ഇതുപോലുള്ള ഫിലാറ്റിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലബ്ബുകൾ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള ഹോബികൾ കുട്ടികൾക്ക് ഞാനിങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ആ രീതിയിൽ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടും കുട്ടികളൊക്കെ ഒരു ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ പുതിയ രീതികൾ അവരുടെ ചിന്തകൾക്കൊന്ന് മാറ്റിയെടുക്കാനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നല്ല നല്ല ഹോബികൾ വളർത്തിയെടുക്കാനും ഒക്കെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കും. ഇഷ്ടംപോലെ സ്റ്റാമ്പുകളൊക്കെ ഞാനിങ്ങനെ കിട്ടുന്നത് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ കോട്ടയം ഫിലാറ്റിൽ അസോസിയേഷനിലെ മെമ്പർ കൂടെയാണ് ഞാൻ. ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ വാർഷിക മീറ്റിംഗ് ഞങ്ങളൊരു പുതിയൊരു പദ്ധതി ഞങ്ങൾ ഫിലാറ്റിൽ ക്ലബിലോട്ട് തുടങ്ങിയിരുന്നു. അവിടെ അസോസിയേഷൻ തുടങ്ങി. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാമ്പ് ബാങ്ക് എന്നുള്ളൊരാശയം അവിടെ അവർ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവരുടെ അടുത്തുള്ള അധികമുള്ള സ്റ്റാമ്പുകളൊക്കെ അവരൊക്കെ ഒരു സ്റ്റാമ്പ് ബാങ്കിൽ ശേഖരിച്ചതിന് ശേഷം അത് കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിൽ ക്ലബ്ബുകളൊക്കെ തുടങ്ങിയിട്ട് അവർക്ക് കൊടുക്കുക ആ ഒരു ആശയം വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഒരു 10,000 സ്റ്റാമ്പോളം ഞാൻ സംഭാവന കൊടുക്കുകയുണ്ടായി. സ്റ്റാമ്പ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അച്ഛൻ്റെ കയ്യിൽ എത്ര സ്റ്റാമ്പുകളുണ്ട്? വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല. ഏകദേശം 1,00,000 കണക്കിന് സ്റ്റാമ്പുകൾ കാണാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ എനിക്കിപ്പോൾ ധാരാളം സ്റ്റാമ്പുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു അവിടുത്തെ ചില സുഹൃത്തുക്കൾ വഴിയായിട്ടൊക്കെ ഞാനിങ്ങനെ ഇതൊരു പ്രദർശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു വാർത്തകൾ അവർ കണ്ടിട്ട് കുറെ സ്റ്റാമ്പുകൾ എനിക്കിങ്ങനെ അവർ വഴി അവരുടെ സുഹൃത്തുക്കൾ അയച്ചിട്ട് എനിക്കിങ്ങനെ വരുമ്പോഴൊക്കെ കൊടുത്തു വിടാറുണ്ട്. ഇന്നലെ എൻ്റെ ചേട്ടൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഫാദർ തന്നെയാണ്, ഒരു മീറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വന്ന ഒരച്ഛൻ വഴി ഏകദേശം ഒരു 4 വലിയ പാക്കറ്റ് സ്റ്റാമ്പുകൾ, ഏകദേശം 2-3 കിലോ സ്റ്റാമ്പുകൾ കാണും. അത് ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. അപ്പം അതുപോലെ ധാരാളം സ്റ്റാമ്പുകൾ വരുന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അതുപോലെ അത് വിതരണം ചെയ്ത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കുട്ടികൾ ഒരു കൗതുകത്തിന്റെ മേളിൽ ചോദിക്കട്ടെ, തീർച്ചയായിട്ടും അച്ഛനൊരു ക്രിസ്തീയ പുരോഹിതനാണ്. ഓണം എന്ന് പറയുന്നത് ഒരു നമ്മുടെ മലയാളികളുടെ ദേശീയോത്സവമാണ്. അപ്പൊ ഇത്തരത്തിൽ അതിനകത്തൊരു വലിയ മാനവികതയുടെ സന്ദേശം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മാനവികതയുടെ സന്ദേശം കൂടിയുണ്ട്. ഇതൊരു 100 രാജ്യങ്ങളിലെ പൂക്കളാണുള്ളത്. 100 രാജ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ്. ആ പൂക്കളൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു സൗന്ദര്യം തന്നെയാണ്. ഇതുപോലെ ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം ഇതല്ല ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത്. അത് തന്നെയല്ലേ ഇപ്പോഴത്തെ ഈ നാട്ടിനും ഇപ്പം നമ്മുടെ ഇതുപോലെയുള്ള ഈ ചിന്താഗതിയൊക്കെ മനുഷ്യരൊക്കെ ഒത്തിരി തല്ലി പിരിയുന്ന അവസരങ്ങളിലൊക്കെ ഒരു കൂട്ടായ്മ, ഒരു ഒരുമയൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നില്ലേ? ഈ പൂക്കള് എങ്ങനെ ഒരുമിച്ച് ഉണ്ടാകുന്ന ഭംഗി പോലെ നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒന്നിച്ച് ചേരുമ്പോൾ സമൂഹത്തിൽ ഒത്തിരി നല്ല മാറ്റങ്ങളും സന്തോഷമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ഒരു സന്ദേശം കൂടെ ഈ പൂക്കളത്തിലൂടെ ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഒരു ഒരുമ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ലോകങ്ങളും രാജ്യങ്ങളൊക്കെ പരസ്പരം ഭിന്നിച്ച് നിൽക്കാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ സൗന്ദര്യം മറ്റൊരു വലുതാണ്. തീർച്ചയായിട്ടും. എല്ലാവിധ ഓണാശംസകളും. താങ്ക് യു.